അമേരിക്കക്ക് പുറകിൽ നിന്ന് ഒരു ചെറിയ പണി കൊടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ. അതായത് ട്രംപിന്റെ ഉറ്റ ചങ്ങായിയാണല്ലോ അസിം മുനീർ. അതായത് അവിടെ ഒരു പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. പ്രൈം മിനിസ്റ്ററിനൊന്നും ട്രംപിന് വേണ്ട. ട്രംപിന് വേണ്ടത് ആരെയാണ്? ഉറ്റ സുഹൃത്ത്, ചങ്ക്, കട്ട ചങ്ക് അസിം മുനീറിനാണ് വേണ്ടത്. അപ്പോൾ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയ്ക്ക് നിന്നിട്ട് എന്താ പറയുക, നെഗോസിയേഷൻസ് നടത്തുന്നതും അതേപോലെ തന്നെ ഈ ബൈലാട്രൽ ടോക്ക് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാ? അസിം മുനീറാണ്. ഇറാന് പറയാനുള്ളത് ഇറാൻ അസിം മുനീറിനോട് പറയുന്നു, അസിം മുനീർ നേരെ പോയിട്ട് അമേരിക്കനോട് പറയുന്നു. അമേരിക്കക്ക് പറയാനുള്ളതും അസിം മുനീറിനോട് പറയുന്നു, അസിം മുനീർ നേരെ ഇറാനോട് പറയുന്നു. ഈ പണിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നെഗോസിയേഷൻ ടേബിളിൽ ഒരു ഇന്റർനാഷണൽ ഒരു സോഫ്റ്റ് പവർ ആയിട്ട് വരിക, ഒരു വലിയ ഒരു ഇന്റർനാഷണൽ പ്രതിസന്ധിയിൽ ഒരു ഒരു ഇടനിലക്കാരനായിട്ട് ഇടപെട്ടിട്ട് അതിനെയൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കുക പോലെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ അന്ന് ശ്രമിച്ചതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ പണി കൊടുത്തിട്ടുണ്ട് അമേരിക്കക്ക് എന്നുള്ളതാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് അമേരിക്ക ഹോർമൂസിൽ, അതായത് ഒരു ഡബിൾ ലെയർ ബ്ലോക്ക് ആണ് ഹോർമൂസിലുള്ളത്. നമുക്കറിയാം. ഒന്ന് ഇറാന്റെ വക ഒരു ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ അമേരിക്കയുടെ വകയും വേറൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അമേരിക്ക അവിടെ ബ്ലോക്ക് തീർക്കാനുള്ള മേജർ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുക, അല്ലെങ്കിൽ ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടിനെ കംപ്ലീറ്റ്ലി കർട്ടെയിൽ ചെയ്തിട്ട് ഇറാന്റെ എക്കണോമി മൊത്തം പൊളിഞ്ഞ് ഇറാനെ അമേരിക്കയുടെ വരുതിയിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്ന പരിപാടിക്കാണ് ബേസിക്കലി ഇവർ ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ബേസിക്കലി ഇറാന്റെ എണ്ണക്കിണറുകളിൽ നിന്നും ഇറാൻ എണ്ണ എടുക്കുന്നത് നിർത്തിവെച്ച് കഴിഞ്ഞാൽ ആ എണ്ണക്കിണറുകൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഇവരുടെ എക്കണോമിയുടെ തലക്ക് കിട്ടുന്ന അടി പോലെ അടി കൊടുത്ത് സെറ്റാക്കാനുള്ള പണിയാണ് സത്യത്തില് ഈ പറയുന്ന ട്രംപും ടീമും എടുത്തേ. അതിനൊരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രംപിന്റെ തന്നെ ട്വീറ്റ് പറയാം. അതായത് ഇറാനെതിരെ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഇറാനെ വരുതിയിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഉപരോധമാണ് എന്നാണ് ആര് പറഞ്ഞ? ട്രംപ് പറഞ്ഞ. അപ്പൊ അതിനാണ് സത്യത്തില് ഒരു അടി കിട്ടിയിരിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 7ഓളം ലാൻഡ് ട്രേഡ് റൂട്ടുകൾ ഇറാന് വേണ്ടി പാകിസ്ഥാൻ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന പാകിസ്ഥാന്റെ ഷോറുകൾ വഴി ഇറാന്റെ എണ്ണ കപ്പലുകൾ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പാകിസ്ഥാനിലോട്ട് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയുടെ ഇടപെടലാണ്. അതായത് നമുക്കറിയാലോ, ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണ്? സത്യത്തില് ചൈനയും പാകിസ്ഥാനും തമ്മിൽ എന്തില്ല? ഒരു ലാൻഡ് ഒരു കണക്ഷൻ ഇല്ല. അതായത് ചൈനയുടെ പാകിസ്ഥാന്റെ നടുക്ക് ഒരു ബ്ലോക്കായിട്ട് ഒരു 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 അതിർവരമ്പായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ഇന്ത്യ നിൽക്കുന്നുണ്ട്. എവിടെ? മാപ്പിൽ മാത്രം. യഥാർത്ഥത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിൽ എന്തുണ്ട്? അതിർത്തികളുണ്ട്, ഡയറക്റ്റ് അതിർത്തികളുണ്ട്. അതായത് ഇന്ത്യയിലുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നമുക്കറിയാലോ. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഈ ഗുഞ്ചറാബ് ഡാം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ, ഗുഞ്ചറാബ് എന്ന് പറയുന്ന ഒരു പാസ് ഉണ്ട്, ഗുഞ്ചറാബ് പാസ്. ഈ ഗുഞ്ചറാബ് പാസ് എന്ന് പറയുന്ന സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ്. പക്ഷേ പാകിസ്ഥാന്റെ കയ്യിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ അത് പാകിസ്ഥാന്റെയും ചൈനയുടെയും അതിർത്തിയായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മണ്ണാണെന്നുള്ള കാര്യം ആലോചിക്കണം, ഓർക്കണം. അത് നമ്മുടെ മണ്ണാണ്, പക്ഷെ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണത്. ഇതുവഴി ഇവർക്ക് വ്യക്തമായിട്ടുള്ള ട്രേഡ് റൂട്ട് ഉണ്ട്. അതായത് നല്ല വൃത്തിയുള്ള നല്ല റോഡുകളും അതേപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി വരെ ഇവരിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ചൈനക്ക് ഈ പറയുന്ന ഏഷ്യയിലോട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ടുള്ള ഈ ലാൻഡ് റൂട്ടും കൂടെ ഒരു എക്കണോമിക് കോറിഡോർ കൂടിയാണ് ഈ കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോറിഡോറിലോട്ട് ഇറാന് ഓപ്പണിങ് കിട്ടിയിരിക്കുകയാണെന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള വസ്തുത. അപ്പൊ എന്താ സംഭവിക്കുക? ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതും ഇറാൻ ഏറ്റവും കൂടുതൽ എണ്ണ വിൽക്കുന്നതും ആർക്കാണ്? ചൈനയിലോട്ടാണ്. ഈ ബ്ലോക്കേഡ് വന്നപ്പോൾ ചൈനയിലോട്ടുള്ള ഈ ഒരു ട്രേഡിനെയാണ് സത്യത്തിൽ അത് അഫക്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഈ 7 അതിർത്തികൾ തുറന്നു കൊടുത്തതോടുകൂടെ, അല്ലെങ്കിൽ 6 അതിർത്തികൾ തുറന്നു കൊടുത്തതോടുകൂടെ ഇറാനിൽ നിന്നുള്ള ഗുഡ്സ് എങ്ങോട്ട് കിടക്കും? പാകിസ്ഥാനിലോട്ടും, പാകിസ്ഥാനിൽ നിന്ന് അത് ചൈനയിലോട്ടും എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല, പാകിസ്ഥാനിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അനധികൃതം എന്ന് പറയാൻ പറ്റില്ല, അൺഒഫീഷ്യലായിട്ട്
ഇറാന് വേണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പോർട്ടുകളും ഉപയോഗിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരും തമ്മിൽ ഈ പൈപ്പ് ലൈനിന്റെ കണക്ടിവിറ്റി അതുപോലത്തെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു കരാറും അങ്ങനത്തെ കാര്യങ്ങളിലോട്ടും കൂടെ ഇവർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പാകിസ്ഥാന്റെ ഈ ഗോദാർ പോർട്ടിനെയൊക്കെ ഇവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഈ ഹോർമൂസിലൂടെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ചൈനയിലോട്ട് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ എത്തിച്ച രീതിയിൽ അതേപോലെ എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് ഇമ്പോസിബിൾ ആണ് ലാൻഡ് റൂട്ട് വഴി എത്തിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി വേണം. അപ്പോഴും അത് ചിലവ് കൂടുതലാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ഓയിൽ ഫീൽഡുകളെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാലോ, ഇറാന്റെ പഴയ കണ്ടം ചെയ്യാറായിട്ടുള്ള കപ്പലുകളെല്ലാം വലിച്ചുകൊണ്ട് വന്നിട്ട് ഓയിൽ ടാങ്കറുകളെല്ലാം വലിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം ഏകദേശം 1 ദശലക്ഷം ലിറ്റർ ഓയിലിനെ ഇറാൻ കുഴിച്ചെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെയൊക്കെയുള്ള ടാങ്കറിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന എണ്ണയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ദശലക്ഷം ഓയിലാണ്, ക്രൂഡ് ഓയിലാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം മുന്നേ ഇറാന് സംഭരിക്കാൻ പറ്റുന്ന സംഭരണശേഷി എല്ലാം എത്തേണ്ടതാണ്. പക്ഷേ എന്നിട്ടും ഇറാൻ കൊളാപ്സ് ആയിട്ടില്ല. അപ്പൊ അത് എത്തുന്നതിന് മുന്നെയാണ് എന്ത് സംഭവിച്ചേ? ഈ പറയുന്ന റൂട്ടുകൾ തുറന്നു കിട്ടുന്നത്. ഈ റൂട്ട് വഴി ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇറാന് ആവശ്യത്തിനുള്ള ഓയിൽ ചൈനയിലോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനിലേക്ക് എത്തിക്കാൻ പറ്റും. പാകിസ്ഥാൻ ഈ ഹോർമൂസ് അടച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പെട്ട വേറൊരു സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ ആഭ്യന്തര വിപണിയിൽ ഓയിൽ ക്രൈസിസ് ഉണ്ട്. ആ ഓയിൽ ക്രൈസിസിനും കൂടെയുള്ള പരിഹാരമാണ് എന്ത്? ഈ പറയുന്ന അതിർത്തികൾ തുറക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന്റെ സ്ട്രിക്റ്റ് മോണിറ്ററിങ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അവിടെയുള്ള ഒരു ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാന് വേണ്ട ആയുധങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഏറ്റവും കൂടുതൽ കൈമാറുന്നത് അമേരിക്ക ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പാകിസ്ഥാന്റെ ഏറ്റവും ബെസ്റ്റ് അലൈ എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് കൈവിടാൻ പറ്റത്തില്ല, അത് കൈ ഒഴിയാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു റൂട്ട് വഴിയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? പാകിസ്ഥാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ത്രൂ ചൈനയുടെ ഇൻഫ്ലുവൻസ് പാകിസ്ഥാൻ ഇറാന് തുറന്നു കൊടുക്കുന്നു. അതുവഴി ഇറാന്റെ ഗുഡ്സുകൾ ചൈനയിലോട്ടും ചൈനയിൽ നിന്നും ഇറാനിലോട്ടും പാകിസ്ഥാനിലോട്ടൊക്കെ ഫ്ലോ ചെയ്തു പോകുന്നു. ഈ പറയുന്ന സെൻട്രൽ ഏഷ്യയിലോട്ടുള്ള ഒരു ആക്സസ് കൂടിയാണ് സത്യത്തിൽ ഈ റൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു എക്കണോമിക് കോറിഡോർ ആയിട്ട് ആക്ച്വലി ചൈന വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ മോചിപ്പിക്കാനുള്ള ഇന്ത്യൻ ശ്രമങ്ങൾക്ക് ചൈന പല തരത്തിൽ പാകിസ്ഥാനെ എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ അത്രയും കണക്ഷനാണ്. ഈ പറയുന്ന പാസ് വഴി അത്രയും കണക്ഷൻ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യനെ ബൈപ്പാസ് ചെയ്തിട്ട് അവർക്ക് ഈ പറയുന്ന ഏരിയയിലോട്ടുള്ളവരുടെ ആക്സസ് ആണിത്. അപ്പൊ ഇത് തുറന്നു കൊടുത്തതോടുകൂടെ എന്ത് ചെയ്തു? ട്രംപിന്റെ ഈ പറയുന്ന ഉപരോധം പാളി. ഇനി അവിടെ കുറെ പട്ടാളക്കാരെ പട്ടിണി കിട്ടിട്ടോ, അല്ലെങ്കിൽ അവർക്ക് കുറെ ഈ പറയുന്ന ഇറച്ചി കഷ്ണവും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളും കൊടുത്തിട്ട് ഈ പറയുന്ന ഡിസ്ട്രോയേഴ്സിന്റെ അകത്തും അതേപോലെ തന്നെ USS അബ്രഹാം ലിങ്കന്റെ അകത്തും ഇവർക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പുറകുന്നൊരു കുത്തു കൊടുത്തു എന്നുള്ളതാണ് പറയണ്ടേ. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്തഫ ഖമനേയി വന്ന് പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇറാന്റെ ആണവ പോർമുന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ ആണവ ശക്തി എന്ന് പറയുന്നത് ഇറാന്റെ ദേശീയ സ്വത്തായിട്ട് പരിഗണിക്കുക എന്നാ പറയുന്നത്. അവിടെ ഒരു ഇതുണ്ട്. അത് ഇൻഡയറക്ട്ലി ഇവർ ഓൾറെഡി ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി എന്നുള്ള ഒരു ധ്വനി അതിലുണ്ട് എന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്, അതിനെ ഡീകോഡ് ചെയ്തിട്ട്. ആണവ പോർമുന എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് വാർ വേർഡുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ റെട്ടറിക്സ് ഒക്കെ കണക്റ്റഡ് ടു എങ്ങോട്ടാ? 60% അവർ സമ്പുഷ്ടീകരിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% സമ്പുഷ്ടീകരിച്ച് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് 60 എന്ന് പറയുന്നുണ്ടാവുക, പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഹോർമൂസ് എന്ന് പറയുന്ന ആ ഒരു കടലിടുക്കിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇപ്പൊ പല കപ്പലുകളും ആഫ്രിക്കയിലും അതേപോലെ തന്നെ സൗദിയുടെ പല തീരങ്ങളിലോട്ടും പോകുന്നു എന്നുള്ളതാണ്. സൗദിയുടെ പല തീരങ്ങളിലോട്ടും പോയിട്ട് ഈ ഖത്തർ, കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഗുഡ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് മരുഭൂമിയിലൂടെയുള്ള ലാൻഡ് റൂട്ടുകൾ ഇവർ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകളും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇറാന് സപ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്രസ് ചെയ്യാൻ പറ്റുന്നുമില്ല. അത് മാത്രമല്ല ഇവരൊരു പുതിയ വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള റെട്ടറിക്കുകളൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്നും കൂടെ വരുന്നുണ്ട്.
അത് മാത്രമല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടെയാണ് ഏകദേശം 6500 ടൺ വെപ്പൺസ് ഇസ്രായേലിലോട്ട് ഈ അമേരിക്ക എത്തിച്ചിരിക്കുന്നത്. എന്തിനാണ് അത്രയും ടൺ വെപ്പൺസിനെ ഇസ്രായേലിലോട്ട് എത്തിച്ചിരിക്കുന്നത്? അമേരിക്കയും ലെബനോനും ഗാസയും എല്ലാം അതിൻ്റെ ഒരു ആ റഡാറിന്റെ ഉള്ളിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഇവരെ വീർപ്പ് മുട്ടിച്ച് ഇവരെ ഒന്ന് പ്രഷറൈസ് ചെയ്തിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഈ പറയുന്ന രീതിയിൽ ഇറാനെ കീഴ്പ്പെടുത്താന്ന് പറയുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്ക് മേലെയാണ് സത്യത്തിൽ ഈ 6 ട്രേഡ് റൂട്ടുകൾ ഒരു പണി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെയാണ് 52ഓളം കപ്പലുകൾ ഓൾറെഡി ഈ പറയുന്ന ഹോർമൂസ് വിട്ടു പോയി എന്ന് പറയുന്നത്. 52 കപ്പലുകൾ 52 × 12 ദശലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത്രയും ഓയിൽ അവർ വിറ്റു എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഏകദേശം ഇനി അടുത്ത 1 മാസം 2 മാസത്തേക്ക് അവർക്ക് റിലാക്സ്ഡ് ആയിട്ട് ഓയിലിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രസ്താവന നമ്മളൊന്ന് കണക്ട് ചെയ്യുന്നത്. അതായത് ഹോർമൂസ് തുറക്കാൻ ലോകരാജ്യങ്ങളോട് സഹായം തേടുന്നതും അതേപോലെ തന്നെ ഈ ഇറാനെതിരെ സൈനിക നടപടിയിലേക്ക് അമേരിക്ക പോകുന്നതും കൂടെ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ട് ബൈപ്പാസ് ചെയ്തതോടുകൂടെ ഇനിയിപ്പോൾ ഈ പ്രഷർ ടാക്ടിക്സ് നടക്കത്തില്ല. ഉപരോധം കൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനിക നടപടിയിലേക്ക് പോകുന്നു പറഞ്ഞ ആ സമയത്ത് തന്നെയാണ് അടുത്ത വാർത്തയും കൂടെ വരുന്നത്. 7 മിസൈലുകൾ USS അബ്രഹാം ലിങ്കനിൽ പതിച്ചിട്ടുണ്ട്, ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന വാർത്തയും വരുന്നത്. USS ജെറാൾഡിനെ അമേരിക്ക തിരിച്ചു വിളിക്കാൻ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന പല പല പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടാക്ടിക്സുകൾ ഒന്നും തന്നെ വർക്ക് ആവുന്നില്ല. ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇതിനെ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാൻ എന്നുള്ളതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കാം. പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇവിടെ സത്യത്തിൽ പെട്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കുള്ള പ്രവാസികളായിട്ടുള്ള മനുഷ്യരാണെന്നുള്ളതാണ്. അവർക്ക് അവരുടെ ഫാക്ടറിയിലോട്ട് വേണ്ട റോ മെറ്റീരിയൽസ് എത്തുന്നില്ല ഈ കടലെടുക്ക് വഴി. പ്രത്യേകിച്ച് ഈ പറയുന്ന ഖത്തർ, കുവൈത്ത്, അതേപോലെ തന്നെ ബഹ്റൈൻ, UAE പോലെയുള്ള രാജ്യങ്ങളിലുള്ള കമ്പനീസിലേക്ക് വേണ്ട ഈ റോ മെറ്റീരിയൽസ് എത്താത്ത പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ ടൈം വർക്ക് കിട്ടാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ അടുക്കളകളെ, നമ്മുടെ കുടുംബങ്ങളെ പോലും ബാധിക്കുന്നു ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ചങ്കിലെ എന്താ പറയുക മുത്തായിട്ട് കൊണ്ട് നടന്ന പാകിസ്ഥാനും അസിം മുനീറും ഇടയ്ക്കൂടെ കയറിയിട്ട് ചെറിയൊരു പണി ട്രംപിനിട്ട് കൊടുത്തു എന്നുള്ളതാണ് പറയാനുള്ളത്.